നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രെയിനുകൾക്ക് നേരെയുള്ള അക്രമം ഏറ്റവും കൂടുതൽ കേരളത്തിലെന്ന് റെയിൽവേ. വന്ദേ ഭാരതിന് നേരെ 3 തവണ അക്രമം നടന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്താൻ സാധ്യത. പൊള്ളുന്ന വിലയും തള്ളുന്ന സർക്കാരും STU കലക്ട്രേറ്റ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്ര ചർച്ചാ വിഷയമാക്കണമെന്ന് MA കരീം. ACB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്നു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും വരവ് ചിലവ് കണക്കെടുപ്പും നടന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ട്രെയിനുകൾക്ക് നേരെയുള്ള അക്രമം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലെന്ന് റെയിൽവേ. കേരളത്തിലെ ട്രെയിൻ സർവീസുകൾ നേരിടുന്ന സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നതാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയ റിപ്പോർട്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് നേരെ സമീപകാലത്ത് ആക്രമണം വർദ്ധിക്കുന്നത് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ ശരിവയ്ക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനിന് നേരെ 3 തവണയാണ് ആക്രമണം ഉണ്ടായത്. വടക്കൻ ജില്ലകളിൽ മറ്റ് ട്രെയിൻ സർവീസുകൾക്ക് നേരെയും ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എലത്തൂരിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീവെപ്പുണ്ടായതിനെ തുടർന്ന് 3 പേരാണ് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചത്. കോഴിക്കോടിനും മംഗലാപുരത്തിനും ഇടയിലാണ് ട്രെയിനുകൾക്ക് നേരെ ഇതുവരെ നടന്ന അക്രമങ്ങളിൽ അധികവും. 20 മാസത്തിനിടെയുണ്ടായ 55 അക്രമങ്ങൾ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണെന്ന് RPF കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയും. ഈ ഗുരുതര സാഹചര്യം കൂടുതൽ സുരക്ഷ വേണമെന്ന ആവശ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആലോചനകളും റെയിൽവേ മന്ത്രാലയത്തിൽ നടക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ കേരളത്തിൽ എത്തിയേക്കുമെന്നാണ് വിവരം. വളപട്ടണം റെയിൽവേ ട്രാക്കിൽ കല്ല് നിരത്തിവെച്ച നിലയിൽ കണ്ടെത്തി. പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസാണ് ട്രാക്കിൽ കുട്ടികൾ കല്ല് നിരത്തിവെക്കുന്നത് കണ്ടത്. കുട്ടികളെ പിടികൂടിയ പോലീസ് രക്ഷിതാക്കളോട് സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് താക്കീതും നൽകി. ചക്കരക്കൽ സ്റ്റേഷൻ പരിധിയിൽ മുണ്ടയോട് മുതൽ കാഞ്ഞിരോട് വരെ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ IPS നിർവഹിച്ചു. നമ്മുടെ ഈ ജനങ്ങളുടെ സഹായം ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോ നിങ്ങളുടെ സഹായം ആയിട്ടില്ലെങ്കിൽ ഈ പ്രോജക്ട് നമുക്ക് ഇമ്പോസിബിൾ ആയിരുന്നു. സോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. CCTV ആണെങ്കിൽ നമുക്ക് ഒരു കേസുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കൗൺസിലർ അദ്ദേഹം പിന്നെ പഞ്ചായത്ത് മെമ്പറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ നമുക്ക് ഒരു ഐഡിയൽ പോലീസ് സ്റ്റേഷൻ പോലെയാണ് ഉള്ളത്. എപ്പോഴും ഒരു കുറ്റകൃത്യം ആണെങ്കിൽ നമ്മുടെ കണ്ണൂർ ടൗൺ പോലീസ് ഒരു CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ട് പ്രതികളെ മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാർ, ചക്കരക്കൽ CI ശ്രീജിത്ത് കൊടേരി, അബ്ദുറഹ്മാൻ, അബ്ദുൾ റസാഖ്, A. പങ്കജാക്ഷൻ, K. പ്രദീപൻ, VK ശ്രീലത, ജിതേഷ് മച്ചാട്ട്, V. ലോഹിതാക്ഷൻ, PK ചാന്ദിനി, K. മഹേഷ് കുമാർ, T. അജിത്ത്, TV നാരായണൻ, K. രാജേഷ്, V. സനീഷ്, M. P. രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊള്ളുന്ന വിലയും തള്ളുന്ന സർക്കാരും എന്ന മുദ്രാവാക്യമുയർത്തി STU മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. 40 കാറുകളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നതെന്നും ഇതിനു മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ ഇങ്ങനെ സഞ്ചരിച്ചിട്ടില്ലെന്നും MA കരീം കുറ്റപ്പെടുത്തി. പൊള്ളുന്ന വിലയും തള്ളുന്ന സർക്കാരും എന്ന മുദ്രാവാക്യമുയർത്തി STU സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് 40 കാറിന്റെ അകമ്പടിയോടെയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ വേറെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, ശരിയെന്നാൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ റോഡിലൂടെ പോകുമ്പോൾ 40 വാഹനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. എന്നിട്ടോ കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ച കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്ന ശരീരനായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ച രാജ്യമാണ് ഈ രാജ്യം. TK ഹുസൈൻ, PK നൌഫൽ, KP സത്താർ, PP നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രെയിനുകൾക്ക് നേരെയുള്ള അക്രമം ഏറ്റവും കൂടുതൽ കേരളത്തിലെന്ന് റെയിൽവേ. വന്ദേ ഭാരതിന് നേരെ 3 തവണ അക്രമം നടന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്താൻ സാധ്യത. പൊള്ളുന്ന വിലയും തള്ളുന്ന സർക്കാരും STU കലക്ട്രേറ്റ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്ര ചർച്ചാ വിഷയമാക്കണമെന്ന് MA കരീം. ACB
PCB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്നു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും വരവ് ചിലവ് കണക്കെടുപ്പും നടന്നു. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 1 കിലോ സ്വർണം 1 പവൻ വീതം 125 പേർക്കും 5 മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടും. ഗോപു നന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതിയിൽ പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199
199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്, റിയാദ് മാൾ, പയ്യന്നൂർ, നിയർ സിറ്റി സെന്റർ, ഇരിട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. ആലക്കോട് പാറേമൊട്ട മൈലംപെട്ടി ഭാഗങ്ങളിൽ നടന്ന റെയ്ഡിൽ അനധികൃതമായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തി. ആശാൻ കവല റോഡിൽ തോട്ടുംചാലിന്റെ അരികിൽ പാറക്കെട്ടുകൾക്കിടയിലായി സൂക്ഷിച്ച 90 ലിറ്റർ വാഷാണ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെത്തിയത്. ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിന്റെ ഭാഗമായി ആലക്കോട് എക്സൈസ് ഇൻസ്പെക്ടർ എബി തോമസും സംഘവും നടത്തിയ റെയ്ഡിൽ ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ച വാഷ് കണ്ടെത്തി നശിപ്പിക്കുകയായിരുന്നു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ തോമസ് ടി കെ, ബിജു വി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു കെ വി, ശ്രീജിത്ത് വി, അരവിന്ദ് എസ്, ഡ്രൈവർ ജോർജൻ എന്നിവരും ഉണ്ടായിരുന്നു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MG സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷമ്മി ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരികുമാർ ബി യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 11 നടത്തിയ ജനറൽ ബോഡി നടത്തിയത് CC അംഗമായ രഞ്ജനാദേവ് പ്രതിവൻസി എന്നിവർ 11 സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. ഓർക്കേസ് ചെയർമാൻ, കൺസ്യൂമർ KV കൺവീനർ, അലോൺ ചെയർമാൻ, മ്യൂസിക് വിജിറ്റ് കൺവീനർ കാഞ്ഞൂർ ഷാന ഷാഖു, വനിതാ സബ് കമ്മിറ്റി കൺവീനർ എന്നിവയാണ്. ഇത്തരത്തിലുള്ള സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് 14-15 നടന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജില്ലയിലെ സീനിയർ മാനേജറും അഡ്വൈസറുമായ ശ്രീ സജി മാർക്കോസാണ് വിഷയാവതരണം നടത്തിയത്. വെബിനാർ അതിൽ പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത് JC സീന എന്നിവർ പ്രതികരിച്ചുകൊണ്ടും സുരേഷ് ബാബു വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. രാജേഷ് M, ലിജിന B, സനോജ് C, പ്രീജ P, തൻസീർ H, E, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണൂർ എയർപോർട്ടിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കണ്ണൂർ എയർപോർട്ട് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക എന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പക്ഷെ അതിനുശേഷം എന്തുകൊണ്ടോ മാറി വന്ന സർക്കാരുകൾ, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ ഇവിടെയുള്ള പിണറായി സർക്കാരും, 2 സർക്കാരുകളും ഒരു നിഷേധാത്മക നിലപാട് ആണ് ഈ വിമാനത്താവളത്തിനോട് സ്വീകരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുക. കോടിക്കണക്കിന് രൂപ മുതലിട്ടുകൊണ്ട് ഒരുപാട് വീട്ടുകാരെയും കുടുംബങ്ങളെയും സ്ഥലം മാറ്റിക്കൊണ്ട് അവിടെ ഒരു നല്ലൊരു കണ്ണൂരിന്റെ ഉത്തര മലബാറിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിമാനത്താവളം അവിടെ സ്ഥാപിച്ചത് എന്ന് നമുക്കറിയാം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് വന്ന സർക്കാരുകൾ അതിന് വേണ്ടെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. പിണറായി വിജയന്റെ വീടിന്റെ സൗന്ദര്യവൽക്കരണത്തിനും കാലിത്തൊഴുത്ത് നന്നാക്കാനും നീന്തൽക്കുളം നിർമ്മിക്കാനും കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. ഇതുപോലൊരു അഴിമതി നടത്തിയ സർക്കാർ ഇതിനു മുമ്പ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ലെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. രഞ്ജിത്ത് നാറാത്ത്, ശ്രീജ മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 7 പേർ റിമാൻഡിൽ. തലശ്ശേരി ഗോപാൽപേട്ട സ്വദേശി ധീരജിനെയാണ് സംഘം കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയത്. കാസർഗോഡ് നടന്ന ഒരു ഹവാല പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് സംഘം ധീരജിനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയത്. CPM ഗോപാൽപേട്ട ബ്രാഞ്ച് സെക്രട്ടറി പുന്നോൽ കരീക്കുന്ന് ജിജേഷ് ജെയിംസ് ഉൾപ്പെടെയാണ് റിമാൻഡിലായത്. CPM ഗോപാൽപേട്ട ബ്രാഞ്ച് സെക്രട്ടറി പുന്നോൽ കരീക്കുന്ന്, ജീന വില്ലയിൽ ജിജേഷ് ജെയിംസ്, പുന്നോൽ പാറക്കണ്ടി ഹൌസിൽ MP ലയേഷ്, മൂഴിക്കര സ്നേഹദീപം ഹൌസിൽ നോയൽ ലാൻസ, മുഴപ്പിലങ്ങാട് CP ദിമിത്രോവ്, മൊകേരി ചാമ്പാട് ഇന്നാസിൽ AP ഷക്കീൽ, മീത്തലെ പീടിക M മുഹമ്മദ് ഫർഹാൻ ബിൻ ഇബ്രാഹിം, പുന്നോൽ റെയിൽവേ ഗേറ്റിന് സമീപം നജീഖറിൽ PK നിസാം എന്നിവരെയാണ് തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
തൂവാൽപേട്ട ലീന നിവാസിൽ PV ധീരജിന്റെ കയ്യിൽ 2.5 കോടി രൂപയുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ 18-ന് സൈതാർപള്ളിയിൽ വെച്ചാണ് ധീരജിനെ 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. പൈസയുള്ള ബാഗ് എവിടെയെന്ന് ചോദിച്ച് കാറിൽ വെച്ച് മർദ്ദിച്ചു. രാത്രി 10-ന് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. വീട്ടിൽ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന സംശയത്തിൽ 6-അംഗ സംഘം വീട്ടിൽ കയറി പരിശോധന നടത്തുകയും അമ്മയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് ധീരജിന്റെ പരാതിയിലുണ്ട്. കാസർഗോഡ് നിന്നും നഷ്ടപ്പെട്ട 2.5 കോടി രൂപ ധീരജിന്റെ കയ്യിലുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞതിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത്. പ്രതികൾ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും സജീവ CPM പ്രവർത്തകരും നിരവധി രാഷ്ട്രീയ അക്രമക്കേസുകളിൽ പ്രതികളുമാണ്. കേസിൽ 3 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞിരോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിക്കുമട്ട ബസാറിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KPCC അംഗം VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പച്ചരി 23 രൂപ, മട്ടാരിക്ക് 24 രൂപ ഒരു കിലോ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. കാരണം പൊതുവിപണിയിൽ അരിയുടെ വില 60 കിടക്കുമ്പോ സപ്ലൈകോയിൽ പിണറായി വിജയൻ പറയാം 24 രൂപയ്ക്ക് അരി, ജയ അരിക്ക് 25, പഞ്ചസാരയ്ക്ക് 22 രൂപ, ചെറുപയർ 74 രൂപ, സാമ്പാർ പരിപ്പിന് 65 രൂപ, അങ്ങനെ പറഞ്ഞ് മുളക് 75 രൂപ, വെളിച്ചെണ്ണ ലിറ്ററിന് 200 ആകുമ്പോ ലിറ്ററിന്റെ പേര് പറയാതെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു 46 രൂപ. എത്രയാ? 1/2 ലിറ്റർ. ഇത് പണ്ട് സുരേന്ദ്രൻ പെട്രോളിന് 50 രൂപയാണെന്ന് പറഞ്ഞ പോലെ 1/2 ലിറ്ററിന് മുപ്പുറദേശം എന്ന് പറഞ്ഞ പോലെ 1/2 ലിറ്ററിന് 500 ഗ്രാമിന് 46 രൂപ. മല്ലി 300 രൂപന്റെ അടുത്തുണ്ട്, 79 രൂപ, കടല 43, വെന്തേര 45. എല്ലാവരും കേട്ട്. TK ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗംഗാധരൻ, ലക്ഷ്മണൻ, തുണ്ടിക്കോത്ത്, കട്ടേരി പ്രകാശൻ, VC നാരായണൻ, KP പത്മിനി, C പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു. വന്ദേ മാതരം സേവാ സമിതി, കോത്തക്കുന്നുംബ്രം തുടങ്ങി വിവിധ സേവാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവത്തിന്റെ ഭാഗമായി ചക്കരക്കല്ലിൽ നിന്നും ഏച്ചൂരിൽ നിന്നും വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സാർവജനിക ഗണേശോത്സവത്തോടനുബന്ധിച്ചുള്ള വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര കണ്ണൂർ താളിക്കാവ് പരിസരത്ത് കാസർഗോഡ് ചിന്മയ മിഷൻ അധിപൻ തത്വമയാനന്ദ സ്വാമിയും കണ്ണൂർ മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ACP TK രത്നകുമാറിന്റെ നേതൃത്വത്തിൽ 7 CIമാർ, 20 SIമാർ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ സുരക്ഷാ വലയത്തിലാണ് ഘോഷയാത്ര നടന്നത്. BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസൻ, യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, KG ബാബു എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 5430, പവന് 43,440, വെള്ളി 78 രൂപ. അറിയിപ്പ്. അഭയകിരണം പദ്ധതി അപേക്ഷ ക്ഷണിച്ചു. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. അർഹത മാനദണ്ഡങ്ങൾ: സംരക്ഷിക്കപ്പെടുന്ന വിധവകൾ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം. വയസ്സ് തെളിയിക്കുന്നതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇലക്ഷൻ ID കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണം. വിധവകളുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മുൻഗണനാ വിഭാഗം BPL വിഭാഗത്തിൽപ്പെടുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല. റേഷൻ കാർഡിന്റെ പകർപ്പ്
അപ്ലോഡ് ചെയ്യണം. അപേക്ഷ അതാത് സ്ഥലത്തെ ICDS ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസർമാർക്ക് ഓൺലൈനായി ഡിസംബർ 15-നകം സമർപ്പിക്കണം. EPF പരാതി പരിഹാര സമ്പർക്ക പരിപാടി 28-ന്. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട നിധി താങ്കൾക്കരികെ ജില്ലാ വ്യവസായ പദ്ധതി ഗുണഭോക്താക്കൾക്കായുള്ള പരാതി പരിഹാര സമ്പർക്ക പരിപാടി ഓഗസ്റ്റ് 28-ന് നടക്കും. കണ്ണൂർ ജില്ലാ ടൗൺ സ്പോർട്സ് ക്ലബ്ബ്, സ്റ്റേഷൻ റോഡ്, വളപട്ടണം, കാസർഗോഡ് ജില്ലാ വ്യാപാര ഭവൻ ഹാൾ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരിപാടി. EPF അംഗങ്ങൾ, തൊഴിലുടമകൾ, EPS പെൻഷൻമാർ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ഒരേ സമയം വിവര കൈമാറ്റം, പരാതി പരിഹാരവും ഈ പരിപാടിയിലൂടെ സാധിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം എത്തിച്ചേരണം. ഫോൺ നമ്പർ 04972712. ദീൻദയാൽ സ്പർശ് യോജന സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. തപാൽ സ്റ്റാമ്പിലെ അഭിരുചിയും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി തപാൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദീൻദയാൽ സ്പർശ് യോജന 2023-24 സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പദ്ധതി പ്രകാരം ഈ അധ്യയന വർഷത്തിൽ കേരള തപാൽ സർക്കിളിലെ 40 വിദ്യാർത്ഥികൾക്ക് 6000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകും. 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന ഈയിടെ നടന്ന അവസാന പരീക്ഷയിൽ 60% മാർക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ 5% ഇളവുണ്ട്. നേടിയതും കൂടാതെ സ്കൂൾ ഫിലാറ്റിക് ക്ലബ്ബ് മെമ്പർ അല്ലെങ്കിൽ കേരള തപാൽ സർക്കിളിലെ ഏതെങ്കിലും ഫിലാറ്റലി ബ്യൂറോയിൽ ഫിലാറ്റിക് അക്കൗണ്ട് ഉള്ളതുമായ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. താൽക്കാലിക നിയമനം. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലെക്ചർ സിവിൽ, ട്രേഡ്, ഇലക്ട്രിക്കൽ, സിവിൽ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC അംഗീകരിച്ച ബന്ധപ്പെട്ട വിഷയത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പോളിടെക്നിക്കിൽ ഹാജരാവണം. സംരംഭക ബോധവൽക്കരണ ശില്പശാല. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും പാട്യം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 24 രാവിലെ 10 മണിക്ക് സംരംഭക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ ഉദ്ഘാടനം ചെയ്യും. ഫോൺ നമ്പർ 9048865464. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കേളകം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംരംഭക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കുന്നു. ഫോൺ നമ്പർ 9744127993. റീകൊട്ടേഷൻ. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഔദ്യോഗിക ആവശ്യത്തിലേക്കായി മാസവാടക നിരക്കിൽ ഡ്രൈവർ സഹിതം 7 വർഷത്തിൽ താഴെ പഴക്കമുള്ളതും ടാക്സി പെർമിറ്റ് ഉള്ളതും 5 പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ളതുമായ വാഹനത്തിന് കൊട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 2-ന് ഉച്ചയ്ക്ക് 2 മണി വരെ കൊട്ടേഷൻ സ്വീകരിക്കും. ഫോൺ നമ്പർ 0490232118. ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവ്. വിനോദസഞ്ചാര വകുപ്പിന്റെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിന്റെ തലശ്ശേരി പഠന കേന്ദ്രത്തിൽ ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് ഫാക്കൽറ്റികളുടെ ഒഴിവ് ഓഗസ്റ്റ് 25 വരെ അപേക്ഷ സ്വീകരിക്കും. വിശദ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഫോൺ നമ്പർ 9495995415. വോക്കിംഗ് ഇന്റർവ്യൂ. മലബാർ ക്യാൻസർ സെന്ററിലെ ക്യാന്റീനിൽ പാചകക്കാരനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കണം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 1-ന് രാവിലെ 10 മണിക്ക് MCC ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം ഹാജരാവണം. മിനി ജോബ് ഫെയർ. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ ഓഗസ്റ്റ് 25-ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രമുഖ സ്കൂളിലെ ഒഴിവുകളിലേക്കും മറ്റ് തസ്തികകളിലേക്കും അഭിമുഖം നടത്തുന്നു. HR മാനേജർ, സൂപ്പർവൈസർ, പ്രൊഡക്ഷൻ മാനേജർ, ഇന്റീരിയർ ഡിസൈനർ, ടെലികോളർ, സെയിൽസ് പേഴ്സണൽ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ. യോഗ്യത MBA, ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിംഗ്, 2D, 3D, ഓട്ടോകാഡ്, ലൂമിയോൺ. ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 250 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0497270761. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രെയിനുകൾക്ക് നേരെയുള്ള അക്രമം ഏറ്റവും കൂടുതൽ കേരളത്തിലെന്ന് റെയിൽവേ. വന്ദേ ഭാരതിനു നേരെ 3 തവണ അക്രമം നടന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ കേരളത്തിലെത്താൻ സാധ്യത. കൊള്ളുന്ന വിലയും തള്ളുന്ന സർക്കാരും STU കലക്ട്രേറ്റ് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്ര ചർച്ചാ വിഷയമാക്കണമെന്ന് MA കരീം. ACB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്നു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും വരവ് ചിലവ് കണക്കെടുപ്പും നടന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.